പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് വിശുദ്ധ ഖുർആൻ. മനുഷ്യരാശിയെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ ഇറക്കപ്പെട്ട ഹിദായത്തിൻ്റെ ഗ്രന്ഥമാണത്. എന്നാൽ ഖുർആൻ കേവലം പുണ്യത്തിനു വേണ്ടി പാരായണം ചെയ്യുക മാത്രമല്ല, അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ജീവിതത്തിൽ നടപ്പിലാക്കുക കൂടി ചെയ്യുമ്പോഴാണ് നാം ആ അനുഗ്രഹത്തോട് പൂർണ്ണമായി നീതി പുലർത്തുന്നത്. ഖുർആനെ എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്? പ്രശസ്ത പണ്ഡിതനായ ഇബ്നു കസീർ റഹിമഹുല്ല പറയുന്നു, ഖുർആനെ വ്യാഖ്യാനിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഖുർആൻ കൊണ്ട് തന്നെയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഖുർആനിലെ ഒരു സ്ഥലത്ത് ചുരുക്കി പറഞ്ഞ കാര്യം മറ്റൊരു സ്ഥലത്ത് അള്ളാഹു വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടാകും. അതിനാൽ ഒരു ആയത്ത് ശരിയായി മനസ്സിലാക്കാൻ ആദ്യം ഖുർആനിലെ മറ്റ് ആയത്തുകൾ തന്നെയാണ് നോക്കേണ്ടത്. ഉദാഹരണത്തിന്, നാം ദിവസവും നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആരാണ് ഈ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് ആ സൂറത്തിൽ പറയുന്നില്ല. എന്നാൽ ഖുർആനിലെ മറ്റൊരു സൂറത്തിലൂടെ സൂറത്ത് നിസാ ആയത്ത് 69 അള്ളാഹു അത് വിശദീകരിച്ചു തരുന്നു. അവർ പ്രവാചകന്മാരും സത്യസന്ധരും രക്തസാക്ഷികളും സദ്വൃത്തരുമാണ്. ഇതാണ് ഖുർആൻ കൊണ്ട് ഖുർആനെ വിശദീകരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. പ്രിയ സഹോദരങ്ങളെ, ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ മനസ്സിലാക്കാൻ നാം മടങ്ങേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലേക്കാണ്, അഥവാ സുന്നത്തിലേക്ക്. കാരണം റസൂലുള്ളാഹി ഖുർആനിൻ്റെ ജീവിക്കുന്ന മാതൃകയായിരുന്നു. ഖുർആനിൽ നമസ്കാരം നിലനിർത്തുക എന്ന് കൽപ്പനയുണ്ട്. പക്ഷേ എങ്ങനെ നമസ്കരിക്കണം, എത്ര റക്അത്ത് നമസ്കരിക്കണം എന്ന് ഖുർആനിൽ വിശദീകരിക്കുന്നില്ല. അത് നമുക്ക് പ്രായോഗികമായി കാണിച്ചു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഖുർആനിൽ സക്കാത്ത് നൽകാൻ പറയുന്നു. എത്ര തുകയ്ക്ക് എത്ര ശതമാനം സക്കാത്ത് നൽകണം എന്ന് കൃത്യമായി പഠിപ്പിച്ചത് സുന്നത്താണ്. അതിനാലാണ് പണ്ഡിതന്മാർ പറയുന്നത് ഖുർആനും സുന്നത്തും വേർപിരിയാത്തവയാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ അപകടം അർഹമായ അറിവില്ലാതെ സ്വന്തം ബുദ്ധിയും അഭിപ്രായവും മാത്രം അടിസ്ഥാനമാക്കി ഖുർആൻ ആയത്തുകൾക്ക് അർത്ഥം അറിയുന്ന പ്രവണതയാണ്. അത് വലിയ തെറ്റുകളിലേക്ക് നയിക്കും. അതിനു പകരം പ്രവാചകനും അവിടുത്തെ സ്വഹാബത്തും ഉത്തമന്മാരായ മുൻഗാമികളും കാണിച്ചു തന്ന വഴിയിലൂടെ മാത്രമേ ഖുർആനെ നാം സമീപിക്കാവൂ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ദിവസവും ഖുർആൻ പാരായണം ചെയ്യാം. അതോടൊപ്പം അതിൻ്റെ അർത്ഥവും തഫ്സീറും പഠിക്കാൻ അല്പസമയം മാറ്റിവെക്കാം. കാരണം ഖുർആൻ വെറും പാരായണത്തിനല്ല, നമ്മുടെ ജീവിതത്തെ നേർവഴിക്ക് നയിക്കാനാണ് ഇറക്കപ്പെട്ടത്. അള്ളാഹു നമ്മെ ഖുർആൻ ശരിയായി മനസ്സിലാക്കുന്നവരിലും അതനുസരിച്ച് ജീവിച്ച് വിജയം വരിക്കുന്നവരിലും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.